أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന സമയം വരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും താഖത്തും അല്ലാഹു നമുക്ക് നസീബാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്ത് ആലി ഇമ്രാനാണ്. ഇമ്രാന്റെ കുടുംബം എന്ന അധ്യായമാണ്. അതിലെ 37, 38 ആയത്തുകളാണ്. 2 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. പറഞ്ഞു വന്ന വിഷയത്തിന്റെ തുടർച്ചയാണ്. വിഷയം മറിയം റളിയല്ലാഹു തആല അൻഹയുടെ അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജന്മത്തിന്റെ സമയത്ത് തന്നെ പിശാചിൽ നിന്നുള്ള സർവ്വവിധമായ കാവലും അല്ലാഹു ഏർപ്പാടാക്കി. മാത്രമല്ല ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ തന്നെ അവരെ സ്വീകരിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ മറിയം റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഹന്നത്ത്, അവരുടെ നേർച്ച, അവരുടെ മനസ്സിന്റെ ഉദ്ദേശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല നിലയിൽ തന്നെ സ്വീകരിക്കുകയുണ്ടായി. വ അംബതഹാ നബാതൻ ഹസന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അതിനുവേണ്ടി എന്ത് ചെയ്തു? വ കഫലഹാ സക്കരിയ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംരക്ഷണ ചുമതല ഏർപ്പാട് ചെയ്തു കൊടുത്തു. സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. സംരക്ഷകനാണ്, രക്ഷകർത്താവ്. കുല്ലമാ ദഖല അലൈനാ സക്കരിയൽ മിഹ്റാബ്, അങ്ങനെ എല്ലാ ദിവസവും അവരെ പാർപ്പിച്ചിരുന്ന മിഹ്റാബിൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണവുമായി അരികിലേക്ക് എത്തുമ്പോൾ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു അത്ഭുതമാണ് വജദ ഇൻദഹാ റിസ്ഖ, മറിയം റളിയല്ലാഹു അൻഹയുടെ ചുറ്റുഭാഗത്ത് അതിവിശിഷ്ടമായ ഭക്ഷണങ്ങൾ കാണാൻ കഴിയും. തഫ്സീറിൽ കാണാം ശൈത്യകാലത്ത്
ആ സമയത്തെ പഴവർഗ്ഗങ്ങൾ, ഉഷ്ണകാലത്ത് ആ സമയത്തെ പഴവർഗ്ഗങ്ങൾ, അങ്ങനെ വളരെ കൃത്യമായി ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ആ ചേഞ്ച് ആകുന്നതിനനുസരിച്ചുള്ള പഴവർഗ്ഗങ്ങൾ. മാത്രമല്ല നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ മഹദിയുടെ അരികിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഈ സമയത്ത് അത്ഭുതത്തോടുകൂടി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിനോട് ചോദിച്ചു, ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ, ഓ മറിയമേ, ഇത് എവിടെ നിന്നാണ്? ആരാണ് നിനക്കിതൊക്കെ കൊണ്ടുവന്ന് തരുന്നത്? ഞാനാണല്ലോ നിന്റെ സംരക്ഷണ ചുമതല, ഞാനാണല്ലോ ദിവസവും നിനക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്, നിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി നടത്തുന്നത് ഞാനാണല്ലോ. പിന്നെ ഇതിനിടയിലൂടെ ഇത് ആരാണ് ഈ ഭക്ഷണ സാധനങ്ങൾ? മാത്രമല്ല ഈ അത്ഭുതകരമായ, ഞാനിതേവരെ കണ്ടിട്ടില്ലാത്ത പഴവർഗ്ഗങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നിന്റെ മുന്നിൽ ഇതാരാണ് എത്തിച്ചു തന്നത്? അന്നാ ലക്കി ഹാദാ, ഇത് എവിടെ നിന്നാണ്? മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് ഒറ്റ മറുപടി, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് എന്റെ പടച്ചവന്റെ അടുക്കൽ നിന്നിട്ടാണ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നിട്ടാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണ് എങ്കിൽ പോലും ഈ വാക്ക് കേട്ടപ്പോ അത്ഭുത സ്തബ്ധനായി പോയി മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന് ആരുടെ ഏർപ്പാടിന്റെ ആവശ്യമില്ല, ഭക്ഷണം കൊടുക്കുന്നതിന് ആരുടെ ഏർപ്പാടിന്റെ ആവശ്യമില്ല. ജോലി ചെയ്യണം, പണം സമ്പാദിക്കണം, കടയിൽ പോകണം, സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം, അത് അടുക്കളയിൽ പാചകം ചെയ്യണം, എന്നിട്ടത് തീന്മേശയിൽ വിഭവങ്ങളായി എത്തണം, പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി അതിന്റെ കൃഷികൾ ചെയ്യണം, അതിന് വളമിട്ട് കൊടുക്കണം, അതിനെ പരിപാലിക്കണം, പാകമാകുമ്പോൾ ആ പഴങ്ങൾ പറിച്ചെടുക്കണം, അതിനെ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തണം, ആളുകൾ അത് വാങ്ങിക്കണം, അത് ഉപയോഗിക്കണം. ഇതിന്റെ ഒന്നും ഈ ഇത്തരത്തിലുള്ള ഏർപ്പാട്, മനുഷ്യന്റെ ഏർപ്പാടൊന്നും അല്ലാഹുവിന്റെ ആവശ്യമില്ല. ഇന്നല്ലാഹ യർസുഖു മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം അല്ലാഹു ഒരുക്കി കൊടുക്കും. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അവിടെ ഒരു കണക്കിന്റെ ആവശ്യമില്ല. അല്ലാഹു അതിന്റെ ഉടമസ്ഥനാണ്, അല്ലാഹു അതിന് കഴിവുള്ളവനാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വിശിഷ്ടമായ ഒരു താക്കത്താണ് കറാമത്ത് എന്ന് പറയപ്പെടുന്നത്. അഹ്ലു സുന്നയുടെ അഭിപ്രായം അനുസരിച്ച് അതിൽ വിശ്വസിക്കണം. അമ്പിയാക്കൾക്ക് അല്ലാഹു മുഅ്ജിസത്ത് നൽകിയിരിക്കുന്നു, ഔലിയാക്കൾക്ക് അല്ലാഹു തആല മറ്റൊരു ഭാഗത്ത് കറാമത്തുകൾ നൽകിയിരിക്കുന്നു. ലോകത്ത് ഇന്നേ വരെ ആരും മറിയം റളിയല്ലാഹു തആല നബിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം സ്ത്രീകളിൽ നിന്ന് നബിയെ തിരഞ്ഞെടുത്തിട്ടില്ല. നബിമാര് മുഴുവനും പുരുഷന്മാരാണ്. സ്ത്രീകളിൽ നിന്ന് ഒരാൾ പോലും, ഒരു നബി പോലും വന്നിട്ടില്ല. അല്ലാഹുവിന്റെ തിരുമുന്നിൽ അത്ഭുതത്തോടെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്ന മറിയം റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇത്തരത്തിലുള്ള വിഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കി കൊടുത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതിന്റെ ബറക്കത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നീണ്ടൊരു ഹദീസാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഉണർന്നെഴുന്നേൽക്കുകയാണ്. വല്ലാത്ത വിശപ്പ്, ഭക്ഷണം കിട്ടുന്നില്ല, ഭക്ഷണമില്ല. അങ്ങനെ ഓരോ ഭാര്യമാരുടെ വീടിന്റെ വാതിലിലും ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫതാഫ ഫീ മനാസിലി അസ്വാജിഹി ഫലം യജിദ് ഇൻദ വാഹിദത്തിൻ മിൻഹുന്ന ശൈആ. ഓരോ ഭാര്യമാരുടെ വീടിന്റെ വാതിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. രാത്രി വിശന്നു, എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആരുടെ വീട്ടിലും ഭക്ഷണമില്ല. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ചെന്നു. മകളെ വിളിച്ചു. മകളെടുക്കൽ പറഞ്ഞു, ഫഇന്നി ജാഇഉ, പൊന്നു മോളെ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വീട്ടിലുണ്ടോ എന്ന് പറഞ്ഞു.
മകള് പറഞ്ഞു, ലാ വല്ലാഹി യാ അബീ, എന്റെ പിതാവേ, വീട്ടിലൊന്നുമില്ലല്ലോ, ഒരു ഭക്ഷണവും അങ്ങേക്ക് തരാനില്ലല്ലോ എന്ന് മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുകയുണ്ടായി. നോക്കണം മുഅ്മിനീങ്ങളെ, നമ്മുടെ നായകൻ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു മനുഷ്യന്റെ സംഭവമല്ല ഈ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് തന്റെ ഹുജറയിലേക്ക്, തന്റെ റൂമിലേക്ക് തിരിച്ചു മടങ്ങി. എങ്ങനെയാ മടങ്ങിയത്? ഭക്ഷണം അന്വേഷിച്ച് ഭാര്യമാരുടെ വീട്ടിൽ ചെന്നു, അവിടെയും ഒന്നുമില്ല. മകളുടെ വീട്ടിൽ ചെന്നു, അവിടെയും എങ്ങും ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി തന്റെ ഹുജറയിലേക്ക്, തന്റെ റൂമിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ഒരല്പസമയം കഴിഞ്ഞപ്പോ അവരുടെ അടിമ സ്ത്രീ ഒരല്പം മാംസം, കുറച്ച് മാംസത്തിന്റെ കഷ്ണം, വേവിച്ച മാംസത്തിന്റെ കഷ്ണം ഒരു പാത്രത്തിൽ അടച്ചുകൊണ്ടുവന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തു, അവരുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. ഉടനെ അവര് പറഞ്ഞു, വല്ലാഹി ലഊസിറന്ന ബിഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്, പക്ഷേ ഞാനിത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഞാനിത് മാറ്റിവെക്കുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആടിനെ അയച്ചു. ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ, റാവിക്ക് സംശയമുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണോ, ഹസനൻ ഔ ഹുസൈനൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണോ അതോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണോ അയച്ചെന്നറിയില്ല. ഏതായാലും റളിയല്ലാഹു അൻഹുവിനെയാണോ അതോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണോ അയച്ചെന്നറിയില്ല. ഏതായിരുന്നാലും പേരമകൻ നിന്ന് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അയച്ചിട്ട് പറഞ്ഞു, ഉമ്മ വിളിക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് മകളുടെ വീട്ടിലേക്ക് രണ്ടാമത് ചെല്ലുകയാണ്. ഈ സമയത്ത് നടന്ന സംഭവം പറഞ്ഞു. അങ്ങ് പോയതിനു ശേഷം എന്റെ അടിമ സ്ത്രീ ഒരു പാത്രത്തിൽ, ഒരു ഭരണിയിൽ കുറച്ച് മാംസത്തിന്റെ ഏതാനും കഷണങ്ങൾ എനിക്ക് കഴിക്കാൻ വേണ്ടി എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് കുറച്ചു നേരം അടച്ചു വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അടച്ചു വെച്ചു. എന്നിട്ട് തുറന്നു നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ കാണാം, അടിമ സ്ത്രീ കൊണ്ടുവന്നത് കുറച്ച് മാംസത്തിന്റെ കഷ്ണങ്ങളാണ്. പക്ഷേ തുറന്നു നോക്കുമ്പോൾ അത്ഭുതമെന്ന് പറയപ്പെട്ട ആ പാത്രത്തിൽ റൊട്ടിയും ഇറച്ചിയും നിറയ്ക്കപ്പെട്ടതായി കാണാൻ കഴിയും. ഫാത്തിമ റളിയല്ലാഹു തആല എന്ന് പറയാം, നിറഞ്ഞിരിക്കുന്നു. فلما نظرت إليها بهت وعرفت أنها بركة من الله. ഫാത്തിമ റളിയല്ലാഹു തആല ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് അല്ലാഹുവിന്റെ ബറക്കത്താണ്, അല്ലാഹു നൽകിയ ബറക്കത്താണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്, ബറക്കത്താണ്. അവർ അല്ലാഹുവിനെ സ്തുതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടപ്പോൾ നബി തങ്ങളുടെ അല്ലാഹുവിനെ സ്തുതിച്ചു. ഹമിദല്ലാഹ. ഉടനെ ഫാത്തിമയോട് ചോദിച്ചു, മിൻ ഐന ലക്കി ഹാദാ, എന്റെ പൊന്നുമോളെ, ഇത് എവിടെ നിന്നാണ് വന്നത്, ഇത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോ മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ അബതി ഹുവ മിൻ ഇൻദില്ലാ. ഈ ആയത്ത് തന്നെ പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹു നൽകിയതാണ് എന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലേക്ക് എല്ലാം കൊടുത്തുവിട്ടു. എല്ലാ ഭാര്യമാരുടെ വീടുകളിലേക്കും കൊടുത്തുവിട്ടു. എല്ലാവരും ഭക്ഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും മോളും ഉപ്പയും അവരും ഭക്ഷിച്ചു. അപ്പോഴും ബാക്കിയാണ്. എന്നിട്ട് തൊട്ട് അയൽപക്കത്തുള്ള വീടുകളിലേക്ക് കൊടുത്തുവിട്ടു. നോക്കണേ, ഒരു രാത്രി നടക്കുന്ന സംഭവമാണ്. അയൽപക്കത്തെ വീടുകളിലേക്ക് കൊടുത്തുവിട്ടു. പറയപ്പെടുന്നു കൂട്ടുകുടുംബാദികളിലേക്ക് മുഴുവനും വിതരണം ചെയ്തു. എന്നിട്ടും ആ പാത്രത്തിൽ അങ്ങനെ തന്നെ അത് ബാലൻസ് ആവുകയാണ്, ബാക്കിയാകുകയാണ്. ഇങ്ങനെ ബറക്കത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ.
സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബത്തിന്റെ വീടുകളിൽ ഒക്കെ കണ്ടതായി മനസ്സിലാക്കിയതായി നമ്മുടെ ചരിത്രങ്ങളിലൂടെ ഒരുപാട് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പടച്ചവൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു ബിഗൈരി ഹിസാബ്, അവിടെ കണക്കൊന്നും അതൊന്നും നോക്കൂല, എണ്ണിയൊന്നും നോക്കൂല, ആളുകൾക്ക് കൊടുക്കും, എണ്ണിയൊന്നും നോക്കാറില്ല. ഞാൻ ഈ സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തെ കമാലുദ്ദീൻ ഹാജിയെ ഞാൻ ഓർത്തുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആഖിറത്തിൽ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ അനുഭവത്തിൽ, നിങ്ങൾക്ക് വേറെ അനുഭവങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് വേറെ അനുഭവങ്ങളോ വേറെ ആളുകളെ സംബന്ധിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കുകയോ അനുഭവങ്ങളോ ഉണ്ടാകാം. എന്റെ അനുഭവം ഞാൻ പറയുകയാണ്. കമാലുദ്ദീൻ ഹാജി അദ്ദേഹം ജമാഅത്തിൽ പുറപ്പെടുമ്പോൾ ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്ന സംഭവമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരാൻ സാധിച്ചത്? വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരായി മാറി? വലിയൊരു സഖിയായി മാറി, ഏറ്റത്തെ ഔദാര്യവാനായി മാറി, ദാനശീലനായി മാറി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ മസ്ജിദുകൾ, ആ മസ്ജിദുകളിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ്, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതമില്ലാതെയില്ല. കേരളത്തില് പണിയപ്പെട്ടിരിക്കുന്ന മദർസകളിൽ അദ്ദേഹത്തിന്റെ ഒരു വിഹിതമില്ലാതെയില്ല. അന്ന് കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള മുഴുവൻ സമ്മേളനങ്ങളുടെയും പന്തലുകൾ അദ്ദേഹത്തിന്റെ ഒരു വിഹിതമില്ലാതെ എവിടെയും പന്തലുകൾ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. അത്രമേൽ സഖിയായിരുന്നു, ഔദാര്യവാനായിരുന്നു. ജമാഅത്തിൽ പുറപ്പെടുമ്പോ 2 പോക്കറ്റിനകത്ത് 2 ചെക്ക് ബുക്ക് എടുത്ത് 2 പോക്കറ്റിൽ ഇട്ടുകൊണ്ടിട്ടാണ് 40 ദിവസത്തെ ജമാഅത്ത് പുറപ്പെടുന്നത്. അങ്ങനെ ജമാഅത്ത് പുറപ്പെടുന്ന സമയം മുതൽ അടുത്ത ഏതൊരു പള്ളിയിലാണോ ചെല്ലുന്നത്, ആ പള്ളി മുതൽ 40 ദിവസം തീരുന്ന സമയം വരെ തന്റെ ചെക്ക് ബുക്കുകൾ തീരും, ചെക്ക് ലീഫുകൾ തീരും. ആ സമയത്ത് ഹാജിയാരെ സംഭാവന ചോദിച്ച് കാണാൻ വരുന്ന മറ്റു മഹല്ലുകാരുണ്ട്. ചെല്ലുന്ന മഹല്ലിൽ എന്താണോ ആവശ്യം, അവിടെ എന്താണ് ഇപ്പോൾ പള്ളിയിൽ എന്താണ് ആവശ്യമുള്ളത്, ഇവിടുത്തെ മദ്രസയിൽ എന്താണ് ആവശ്യമുള്ളത്, എഴുതുന്ന ചെക്കെഴുതി കൊടുക്കുകയാണ്. ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന്, മുഅദ്ദിന്, സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾക്ക് എല്ലാം ചെക്കെഴുതി കൊടുക്കുകയാണ്. 40 ദിവസം പൂർത്തിയാകുന്നു, ജമാഅത്ത് കഴിയുന്നു, പൂർത്തിയാകുന്നു, മടങ്ങി വരുന്നു. തന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം അല്ലാഹുവിന്റെ വഴിയിൽ ചിലവഴിച്ചിട്ട് തിരിച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്. 10 ദിവസം റമദാനില് ഒരു 10 ദിവസം അദ്ദേഹത്തിനോടൊപ്പം, ഞാൻ കൊട്ടാരക്കരയിൽ സേവനം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിനോടൊപ്പം 10 ദിവസം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ എനിക്ക് കൂടാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരുപാട് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ, വിഴിഞ്ഞത്ത് ജോലി ചെയ്യുമ്പോൾ എത്ര കുടുംബമാണ് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പത്തനംതിട്ട പള്ളിയിൽ പരിശുദ്ധമായ ഖുർആൻ, മറിയം റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം പറഞ്ഞിട്ട് ഈ മിഹ്റാബിന്റെ മുന്നിൽ ഇരുന്ന് ഞാനിത് പറയണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം എത്രത്തോളം വലിയ മനുഷ്യനായിരുന്നു. അല്ലാഹു കൊടുത്തതനുസരിച്ച് അദ്ദേഹം അല്ലാഹുവിന്റെ വഴിയിൽ ചിലവഴിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ സ്വർഗത്തിന്റെ സമ്മാനമാക്കി അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ അത്ഭുതങ്ങൾ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, കുറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറവ് വരുമെന്ന്. അവരൊന്നും കുറവ് കണ്ടവരല്ല. ഇന്നും അവരുടെ മക്കൾ, തലമുറകൾ അവരുടെ കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന സമ്പത്തുകൾ എത്രയാണ്. അവർ നടത്തുന്ന മദ്രസകളുണ്ട്, അവർ സ്വന്തമായി നടത്തുന്ന മദ്രസകളുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏർപ്പാടുകൾ, തർത്തീബുകൾ, അധ്വാനങ്ങൾ, ഇതൊക്കെ നമ്മുടെ, അത് വേണം വേണ്ടെന്നല്ല പറയുന്നത്, അതൊക്കെ വേണം. പക്ഷെ ഇതൊന്നുമില്ലാതെയും എല്ലാ വിഭവങ്ങളും തരാൻ കഴിവുള്ളവനാണ് ഞാനും നിങ്ങളും വിളിക്കുന്ന, ഞാനും നിങ്ങളും 5 നേരം കുമ്പിടുന്ന, നെറ്റിത്തളം സമർപ്പിക്കുന്ന രാജാതിരാജനായ ഉടമസ്ഥനായ അല്ലാഹു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് മറിയം റളിയല്ലാഹു തആല അൻഹയുടെ സംഭവത്തെ, നമ്മുടെ ചരിത്രത്തെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നു. ഉടനെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു കാര്യം മനസ്സിലായി. അദ്ദേഹമാകട്ടെ വയോവൃദ്ധനായി, ഭാര്യയാകട്ടെ മരടിയാണ്, പ്രസവിക്കത്തില്ല. ഇത് രണ്ടുകൊണ്ട് അദ്ദേഹം വൃദ്ധനായിരിക്കുന്നു, ഭാര്യ മരടിയാണ്, പ്രസവിക്കത്തില്ല. മനസ്സിലായി അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങിയ സ്ഥലത്ത്
ഇറങ്ങിയ സ്ഥലത്ത് വലിയ പ്രത്യേകതയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ സമയത്ത് അവിടെ വെച്ച് അല്ലാഹു പറയണ്ട, അവിടെ വെച്ച് ഹുനാലിക ദഅ സക്കരിയ റബ്ബ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച്, ആ ബറക്കത്ത് ഇറങ്ങിയ സ്ഥലത്ത് വെച്ച്, അഥവാ മറിയം റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു പഴവർഗ്ഗങ്ങളും പഴഭക്ഷണങ്ങളും ഇറക്കിക്കൊടുത്ത ആ സ്ഥലത്ത് വെച്ചിട്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. ആ സ്ഥലത്ത് വെച്ച് ഉടനെ തന്നെ ഇത് കണ്ടപ്പോ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ത്വയ്യിബായ, പരിശുദ്ധിയായ ഒരു കുഞ്ഞിനെ അള്ളാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നീ നൽകണമേ, നൽകണമേ. ഇന്നക സമീഉ ദുആ, തീർച്ചയായിട്ടും പ്രാർത്ഥനകളെ, ദുആക്കളെ, വിളിയെ കേൾക്കുന്നവനാണ് റബ്ബേ. നീ കേൾക്കുന്നവനാണ്. എന്റെ ഈ വിളിയും നിനക്ക് കേൾക്കും, നീ കേട്ടിട്ടുണ്ട്. എനിക്കാകട്ടെ വാർദ്ധക്യമെത്തി, എന്റെ തൊലിയെല്ലാം ചുക്കിച്ചുളുങ്ങി, നരബാധിച്ചു, എനിക്ക് ബലഹീനതയാണ്. മാത്രമല്ല എന്റെ ഇണയായ എന്റെ ഭാര്യയാകട്ടെ മലടിയാണ്, ഇതേവരെ പ്രസവിച്ചിട്ടില്ല. ഈ രണ്ട് ഉദറുകൾ, രണ്ട് കാരണങ്ങൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ബറക്കത്തിറങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ താങ്ങും, ഏറ്റവും പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ അള്ളാഹു എനിക്ക് നൽകണമേ എന്ന് അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ്. ശേഷം ആ ദുആയുടെ ഫലം പിന്നീട് നടന്ന സംഭവങ്ങളെ പറ്റി തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുകയും